അന്നും ഇന്നും ഞാൻ കൊടുത്ത വാർത്തകൾ, താരസംഘടനയുണ്ടായ പ്രശ്നങ്ങൾ, ഞാൻ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല അന്നും ഇന്നും. ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസും ഇദ്ദേഹത്തിന്റെ റിവ്യൂസിനെയും പറ്റിയൊക്കെ അമ്മ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനവസരത്തിൽ സംസാരിക്കുന്ന, കമന്റ് ചെയ്യുന്ന ഒരു ഹൈദരാലിയെ ബാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുമൊക്കെ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു പൊസിഷൻ വരെ നിങ്ങൾ എത്തി എന്ന് പറയുന്നതിൻ്റെ അകത്ത് താരസംഘടന ഇലക്ഷനൊക്കെയാണ്, ഇടവേള ബാബു ഇല്ലാത്ത ഒരു ഇലക്ഷൻ എങ്ങനെ കാണുന്നു ആസിഫ്? എനിക്ക് ബാബു ചേട്ടനെ റീപ്ലേസ് ചെയ്ത് എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. കാര്യം ഞാൻ ഈ അസോസിയേഷനുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ സമയം മുതൽ ഇടവേള ബാബു ചേട്ടൻ ഒരു ഫോണിന്റെ അപ്പുറം എപ്പോഴും എല്ലാത്തിനും സജീവമായിട്ടുണ്ട്. അമ്മ അസോസിയേഷന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ബാബു ചേട്ടനാണ്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ബാബു ചേട്ടൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ അംഗങ്ങളുടെ ഒരു പ്രഷർ കൊണ്ടാണ് ബാബു ചേട്ടൻ അതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ബാബു ചേട്ടനും അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണം എന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. കഴിഞ്ഞ പ്രസംഗം വരെ നടത്തിയിരുന്നു. അതെ. അപ്പൊ നമുക്ക് അറിയില്ല, ഇനി ബാബു ചേട്ടൻ വന്ന അടുത്ത ആള് വരുമ്പോഴാണ് ഈ തീരുമാനം എത്ര നല്ലതായിരുന്നു എന്നോ അല്ലെങ്കിൽ എത്ര മോശമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായിട്ടും. എന്തായാലും ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റില്ലേ? അതോ ഷൂട്ടിംഗ് 30 ഷൂട്ടിംഗ് നടത്താൻ പാടില്ല കേട്ടോ. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഔദ്യോഗികമായിട്ട് പറയാം, ഷൂട്ടിംഗ് എടുത്ത് നമ്മൾ പരാതി സ്വീകരിക്കുന്നതായിരിക്കും അവിടെ. അങ്ങനെയല്ല നമ്മുടെ ഒരു തീരുമാനം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഇന്റർവ്യൂവിൽ ഇരുന്ന് എല്ലാം പറയാമെന്നുള്ളൊരു ഫ്രീഡം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അത് ഒരിക്കലും മോശമായിട്ട് എടുക്കില്ല. ഒരിക്കലും ഇല്ല. അതായത് ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസും ഇദ്ദേഹത്തിന്റെ റിവ്യൂസിനെയും പറ്റിയൊക്കെ അമ്മ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു പൊസിഷൻ വരെ നിങ്ങൾ എത്തി എന്ന് പറയുന്നതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു ഓൺട്രപ്രണർ എന്ന നിലയിലും നിങ്ങളുടെ ഒരു വളർച്ചയുടെ പടകൾ താണ്ടുന്നുണ്ട്. കൊള്ളാം. താങ്ക് യു. കേറി വാ. അടിച്ച് കേറി വാ മോനെ, അല്ലേ? അത് ഞാൻ പറയില്ല, അത് വേറെ പറഞ്ഞതെ. ഞാൻ അങ്ങനെ ഒരു അല്ല, ഞാനത് കണ്ടിട്ടുണ്ട്. നിങ്ങളെ പറ്റി വളരെ മോശമായിട്ടും ചർച്ച നടന്നിട്ടുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള അനവസരത്തിൽ സംസാരിക്കുന്ന, കമന്റ് ചെയ്യുന്ന ഒരു ഹൈദരാലിയെ ബാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുമൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഇന്ന് അത് മാറ്റി പറയിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ വിജയമാണ്. പിന്നെ അതിൽ വേറൊരു കാര്യങ്ങൾ പറഞ്ഞ അവസാനം, അന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ വേറൊരു ടീമിന്റെ കൂടെയാണ്. ആ ടീമിന്റെ ഒരു പ്രഷർ ഉണ്ടാവും, എനിക്ക് അതിൽ നിന്നും വാർത്തകൾ കിട്ടി, ഇങ്ങനെ അടിക്കണം പ്രശ്നം. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ മാറി ടീം ഏതായാലും നിലപാടുകൾ കൃത്യമായിരിക്കണമേ. തീർച്ചയായിട്ടും നിലപാട് കൃത്യമാണ്. പക്ഷെ നമ്മൾ കൊടുത്ത വാർത്തകൾ തെറ്റായിരുന്നു എന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അന്നും ഇന്നും ഞാൻ കൊടുത്ത വാർത്തകൾ, താരസംഘടനയുണ്ടായ പ്രശ്നങ്ങൾ, ഞാൻ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല അന്നും ഇന്നും. വാർത്ത കിട്ടിയാൽ ഞാൻ കൊടുക്കുന്നു എന്ന് മാത്രമുള്ളായിരുന്നു എന്ന് ചെയ്ത് ഈ പറഞ്ഞ തന്നെ ബാൻ ചെയ്ത് അവിടെ എക്സിക്യൂട്ടീവ് ഫോൺ വരെ മേടിച്ചു വെക്കുന്ന നിലയിലേക്ക് ഒരു എത്തി. എനിക്ക് ആരാ വാർത്ത ചോർത്തി തന്നെ ഫോൺ വരെ സലണ്ടർ ആകുന്ന നിലയിൽ ഒരു എത്തിയ വാർത്ത അത് ഞാൻ കൊടുത്താണ്. പക്ഷെ എല്ലാം നല്ലതിനായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല ബന്ധത്തിൽ പോകുന്നു താരങ്ങളുമായിട്ട്. ആസിഫ് അലി നമ്മൾ എത്രയും നാൾ അകന്നു നിന്നിരുന്നു. നമ്മൾ നല്ല ബന്ധത്തിൽ വന്ന ഒരു കാലഘട്ടം, അല്ലേ ആസിഫെ?